എടാ പ്രാട്ടിയേ, എന്തിനാമ ഇങ്ങാട്ട് തിരിയടാ. എന്തിനാമ SFI പിള്ളേരും നിന്റെ പാർട്ടിക്കെതിരെ സമരം തുടങ്ങിയല്ലേ? പാർട്ടിക്കെതിരൊന്നും തിരിഞ്ഞൊന്നുമില്ല. എടാ പാർട്ടിക്കെതിരെ എന്ന് പറഞ്ഞാ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ SFIയും സമരം ചെയ്യുന്നെന്ന്. അതിനുള്ള തക്ക മറുപടി ശിവൻകുട്ടി സഖാവ് പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്. അയ്യോ, എന്തൊക്കെ മറുപടിയാണ് കൊടുത്തത്? കുറെ നാളായില്ല അമ്മ ഇവര് സമരം ചെയ്തിട്ട്. അപ്പൊ ഇപ്പൊ സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറാവട്ടെ എന്ന് പറഞ്ഞു അമ്മ. ഉഷാറാക്കാൻ വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാൻ നിന്റെ മന്ത്രിയുടെ അടുത്ത് പറയണം. എന്തിനുമാമ? ഈ നിയമസഭയ്ക്കകത്ത് കയ്യാങ്കളിയും ചവിട്ടുനാടകമൊക്കെ നടത്തില്ലേ മന്ത്രി, അതിന്റെ വീഡിയോ കൂടെ പിള്ളേരെ കാണിക്കാൻ പറയുന്ന. അതെന്തരല്ലേ? കാണിച്ചു കഴിഞ്ഞാ കുറച്ചുകൂടെ പിള്ളേർ ഉഷാറാവൂടാ. എന്തൊരു മാമ നോട്ടേ. കസ്തൂരി മാൻമിഴി മത്സരമേതു കൽക്കാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. അടേ പൂമഴ വൈകുന്നേരമൊക്കെ പിന്നെ ആവാ. എടാ നിന്റെ അണ്ണ നിർമ്മലേ ജോലിക്ക് പോയി തുടങ്ങിയാടാ? ഇല്ല അമ്മ, ഇനിയിപ്പോ ജോലിക്ക് പോണില്ലാന്ന്. അയ്യോ അതെന്ത്? ഇപ്പൊ ഇൻഷുറൻസിന്റെ പൈസ കിട്ടൂലേ? എന്തരെ മാമ, നിർമ്മലന് ഇപ്പൊ ഇൻഷുറൻസിന്റെ പൈസ കിട്ടൂലേ? മറ്റേ അപകടത്തിന്റെ കിട്ടി കഴിഞ്ഞാ എവിടെങ്കിലും ഒരു ചെറിയ തട്ടുകട, പെട്ടിക്കട, മുറുക്കാൻ കട ഇതിലൊക്കെ വെക്കാൻ പറയണ്. എന്തോ അമ്മ? അപ്പൊ എവിടെ ജോലി ചെയ്യുന്നത്? KSRTC. KSRTC ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയിട്ട് മുറുക്കാൻ കട തുടങ്ങാനാ? അമ്മ എടാ എന്നെ ചിരിപ്പിക്കാതാ. അമ്മ എടാ 53 കോടി രൂപ 2 വർഷം കൊണ്ട് ജീവനക്കാരിന്ന് ഇൻഷുറൻസിന് പിരിച്ച്. എന്റെ മാമ, ഇൻഷുറൻസിന് പൈസ പിരിക്കാതിരിക്കാക്കോ? എടാ എത്ര രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് അടച്ചെന്നറിയാം? എത്ര മാമ? 5 കോടി രൂപ. 5 കോടി അടച്ചില്ലേ? എടാ ബാക്കി പുട്ട് തിന്നാ നിങ്ങൾ അമുക്കുക. എന്റെ പൊന്ന് മാമ, നിങ്ങളടുത്ത് വർത്താനം പറ, സത്യം പറഞ്ഞ് എനിക്ക് വയ്യ കേട്ടാ. അതെന്ത് കാര്യം? എന്താ നിങ്ങൾ റോഡിലൊന്നും ഇറങ്ങി പോകൂല അമ്മ? ഞാൻ കാട്ടിൽ കൂടെയാണ് നടക്കണത്. എന്റെ മാമ, ഈ റോഡിൽ കൂടെ പോണ പുതിയ ബസ്സുകളൊക്കെ പിന്നെ എവിടെ നിന്ന് വാങ്ങിച്ചത്? ഇൻഷുറൻസിന് പൈസ എടുത്താളാ ബസ് വാങ്ങിക്കാൻ. പിന്നെ ഈ മിച്ചം വന്ന പൈസ എടുത്തല്ലേ ബസ് വാങ്ങിച്ചേക്കണത്? അത് നിങ്ങക്ക് മനസ്സിലായില്ല മാമ. പൈസ കൊടുക്കാതെ ബസ് കിട്ടോ? പൈസ കൊടുക്കാതെ കിട്ടൂല. ഈ ബസ് ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഈ ജോലി ചെയ്താലല്ലേ ശമ്പളം കിട്ടൂ. അത്രേ ഉള്ളൂ. ഈ ശമ്പളം കിട്ടിയാലല്ലേ ഇൻഷുറൻസിന്റെ പൈസ അടയ്ക്കാൻ പറ്റുള്ളൂ. അയ്യോ, നീ പറഞ്ഞതും വാസ്തവം തന്നെ. തന്നല്ല, പൈസ ഉണ്ടെങ്കിലേ ബസ് വാങ്ങിക്കാൻ നോക്കൂ. ബസ് ഉണ്ടെങ്കിലേ ജോലിയുള്ളൂ. ജോലി ഉണ്ടെങ്കിലേ ഇൻഷുറൻസും അടയ്ക്കാൻ പറ്റൂ. തന്നല്ല മാമനെ, ഇപ്പൊ എല്ലാം മനസ്സിലായി. ഞാൻ പോണേ. ഇനി വാ. എന്തോ അമ്മ? വാ. അതെന്തന്നെ കൂടെ കൂടെ അടിക്കണ്ടേ? അതുകൂടെ അടിച്ചാൽ നിനക്ക് താങ്ങൂല്ല. എടേ, എന്തിനാ? ശമ്പളമില്ല, പെൻഷനില്ല, ഇൻഷുറൻസ് അടച്ച പൈസയേ ഇല്ല. എടാ നീയൊക്കെ എന്തരനടാ ഇങ്ങനെ ഭരിക്കുന്നത്? എന്റെ മാമ, നമ്മൾ എന്തെല്ലാം പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്ന്. എന്തരാണ്? ഒന്ന് കരിമണൽ പദ്ധതി, ഇൻഷുറൻസിന്റെ അപകട ഇൻഷുറൻസിന്റെ പദ്ധതി, ഇതുപോലെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ടല്ല നമ്മളെ രണ്ടാമതും നമ്മളെ കൊണ്ടുവന്ന് ജയിപ്പിച്ച ജനങ്ങള്. അടുത്ത 3ാമത് നമ്മൾ എന്നെ ജയിക്കും തന്നെയല്ലേ? പിന്നല്ലാതെ ഇവിടെ ആരിക്കണോ? വേറെ 3ാമത് വരുമ്പോ ഒരു കാര്യം കൂടെ ചെയ്യണോടാ. എന്തിനു അമ്മ? മറിയക്കുട്ടി അറിയാം? മറിയക്കുട്ടി, മറ്റേ മറിയക്കുട്ടി ചേട്ടത്തി. മറിയക്കുട്ടിയുടെ കയ്യില് അന്ന് വാങ്ങിച്ചതിൽ മിച്ചം 2 ചട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അമ്മ ആ ചട്ടി നീ വാങ്ങിച്ചോണ്ട് വരണം. എന്നിട്ട് നിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കണം. തരുന്നേ പോയി തെണ്ടാൻ പറയുന്നോടാ, തെണ്ടാൻ പറയണം. എന്തൊരു മാമാ നിങ്ങൾ പറയണത്? വാ.